നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ രണ്ടാം ഘട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വടക്കൻ ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏറ്റവും അധികം ചർച്ചയായ കോൺഗ്രസ് ജമാഅത്തി ഇസ്ലാമി വിഷയമൊക്കെ കൂടുതൽ സജീവമായി ചർച്ചകൾ ആവുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്, ഈ ഘട്ടത്തിലാണ്. നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ ഒരു അവസ്ഥ. ഇടക്കാലത്ത് അവർ വലിയ പ്രശ്നക്കാരൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വാക്കുകൾ മാത്രമേ പ്രവർത്തിക്കൂ. അതിനനുസരിച്ച് മാത്രമേ മുസ്ലിം ലീഗിന് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനനുസരിച്ച് മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം കോൺഗ്രസിലെ ഏറ്റവും പ്രബലമായ വിഭാഗം ഇപ്പോൾ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനകത്ത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും. കോൺഗ്രസിന് ഒരു രീതിയിലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരല്പമെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മുസ്ലിം ഭീകരവാദികളുടെ കാൽക്കീഴിലാണ് കോൺഗ്രസ്. പാലക്കാട് ജില്ലയിൽ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തും ആ ഇടങ്ങളിലൊക്കെയും SDP-യുടെ പിന്തുണ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ അതിന് ഇല്ല എന്ന് പറയാനോ അവരുടെ പിന്തുണ വേണ്ടെന്ന് പറയാനോ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിൻ്റെയും SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒരു കൂട്ടുകക്ഷി, ഒരു ഭീകരവാദ ഗഡ്ബന്ധൻ, ഒരു മഹാഗഡ്ബന്ധൻ ഭീകരവാദ മേഖലയിൽ. ഈ വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് മറ്റൊരു ഒന്ന് രണ്ട് പ്രശ്നങ്ങളുമായി ചേർത്ത് വച്ചിട്ടാണ്. എങ്കിലേ ഈ വിഷയത്തിൻ്റെ ഒരു ഗ്രാവിറ്റി കൃത്യമായ രീതിയിൽ മനസ്സിലാകുകയുള്ളൂ. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ധാക്ക ഹോളി ആർട്ടിസൺ കഫേയിൽ അറ്റാക്ക് നടന്നു. ആ സമയത്ത് അവിടുത്തെ ഭീകരവാദികൾ പറഞ്ഞത് സക്കീർ നായിക്കിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ നിന്നാണ്, ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഈ ഭീകരവാദ വൃത്തിയിലേക്ക് അവർ എത്തിപ്പെട്ടത്. ഭീകരവാദത്തിലേക്ക് അവർ ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് എത്തിപ്പെട്ടത്. ഓൾ മുസ്ലിംസ് ടു ബി ടെററിസ്റ്റ്, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികൾ ആകണം എന്ന സക്കീർ നായിക്കിൻ്റെ പ്രസംഗം. 7 ജപ്പാൻകാരാണ് ആ ബ്ലാസ്റ്റിൽ മരിച്ചത്. 9 ഇറ്റലിക്കാരും 1 ഇന്ത്യനും ആ ബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുകയുണ്ടായി. ധാക്ക ഹോളി ആർട്ടിസൺ കഫേ അറ്റാക്കിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഈ കൊല്ലപ്പെട്ട ഈ വിഷയം വളരെ സജീവ ചർച്ചയിലാകുകയും അതോടൊപ്പം തന്നെ മറ്റൊരു ആക്രമണത്തിൽ ഇവിടെ നമ്മുടെ കോഴിക്കോട് എലത്തൂരിൽ നടന്ന ട്രെയിൻ കത്തിക്കലിൽ ഡൽഹി നിവാസിയായ ഷാരൂഖ് സൈഫി എന്ന ഭീകരൻ ട്രെയിൻ കത്തിച്ചത്, ആ ട്രെയിൻ കത്തിക്കുന്ന കാര്യത്തിലും ആരുടെ ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടായിരുന്നത്? അത് സക്കീർ നായിക്കിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ് ഈ വിഷയത്തിലും ഇയാൾ ഇടപെട്ടത് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. എലത്തൂരിലെ റെയിൽവേ സ്റ്റേഷന് സമീപം ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്സിലെ കോച്ച് നമ്പർ D1 ഇയാൾ തീയിട്ടത്. ഒരു കുട്ടി ഉൾപ്പെടെ 3 യാത്രക്കാരാണ് അന്ന് മരിച്ചത്. സക്കീർ നായിക്കിൻ്റെ പൂർണ്ണമായ ഒരു പിന്തുണ ഈ വിഷയത്തിലും, പൂർണ്ണമായ പിന്തുണ എന്നത് വാക്കുകൊണ്ട് അദ്ദേഹം പ്രചോദിപ്പിച്ച് അതിലേക്ക് ഈ വ്യക്തികളെയൊക്കെ ഇറക്കി വിട്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭീകരവാദികൾക്ക് കൃത്യമായ ഒരു നിർദ്ദേശം, ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്, ഒരു ലക്ഷ്യബോധം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രഭാഷകരാണ്. അത്തരം പ്രഭാഷകരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇവരെല്ലാവരും ഭീകരവാദത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യവും കൂടി ഇതുമായി ചേർത്ത് പറയേണ്ടി വരും. സക്കീർ നായിക്ക് മാത്രമല്ല, നമ്മുടെ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ MESൻ്റെ അസ്ത്രം ഗഫൂർ എന്ന് വിളിക്കപ്പെടുന്ന ഫസൽ ഗഫൂർ ഒരു പ്രതികരണം നടത്തിയത്. എന്തായിരുന്നു പ്രതികരണം? 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീകരിക്കപ്പെട്ടു. ഇതിന് കാരണം പറയുന്നത് ഇന്ദിരാഗാന്ധിയെ വാജ്പേയി ദുർഗ എന്ന് വിളിച്ചു. അപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും RSSൻ്റെ B ടീമായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസ്ഥയിൽ ദേശീയ പാർട്ടികളെല്ലാം നശിക്കും. അപ്പോൾ പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാകും. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടിയായി കണക്കാക്കുന്നത് CPM. 32% CPM ഇപ്പോൾ പ്രാദേശിക പാർട്ടിയാണ്. CPMന് 32% വോട്ടാണ് ഉള്ളത്. 32% വോട്ട് CPMന് കേരളത്തിലുണ്ടാകുമ്പോൾ 26% മുസ്ലിങ്ങളുണ്ട്. 26
ശതമാനം മുസ്ലിങ്ങളുണ്ട്. ഇനി തമിഴ്നാട്ടിലേക്ക് കടന്നാൽ DMKക്ക് 28%, അന്ന് അയാൾ പറഞ്ഞതാണ്. DMKക്ക് 28%, TDPക്ക് 32%, RJDക്ക് 26%. ഇങ്ങനെ ശതമാന കണക്കുകൾ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്കൊരു സുവർണ അവസരമാണ്. മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ഡോമിനൻ്റ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവേശിക്കുകയും ആ ഡോമിനൻ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആർക്കും അധികാരത്തിൽ വരാൻ പറ്റും, മുസ്ലിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റും. മുസ്ലിങ്ങൾ ഇതോടുകൂടി കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭരണം നടത്താൻ പറ്റും. കേരളത്തിലെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭരണം നടത്താൻ പറ്റും. കേരളം ഭീകരവാദത്തിൻ്റെ ഫാക്ടറി ആകാൻ പോകുന്നു എന്ന് പല ഭാഗങ്ങളിൽ നിന്നും മുന്നറിയിപ്പുണ്ടായി. ഇതേ അഭിപ്രായം കേരളത്തിലൊരു ഡോമിനൻ്റ് പാർട്ടിക്കകത്തേക്ക് മുസ്ലിങ്ങൾ എത്തിപ്പെടുകയും അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഭരണം നേടിയെടുക്കാൻ ശ്രമിക്കണം എന്ന് ഫസൽ ഗഫൂർ പറഞ്ഞ അതേ അഭിപ്രായം സക്കീർ നായിക്കും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിം ഷുഡ് ഫോം എൻ എക്സ്ക്ലൂസീവ് പൊളിറ്റിക്കൽ പാർട്ടി, കൺസിഡർ മൂവിങ് ടു കേരള. ഇന്ത്യൻ മുസ്ലിംസ് ഒരു എക്സ്ക്ലൂസീവ് മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുകയും കേരളത്തിലേക്ക് നീങ്ങുവാനും. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ പറയുന്ന ഒരേ ഭാഷയിലാണ് സക്കീർ നായിക്കും അസ്ത്രം ഗഫൂറും പറഞ്ഞത്. അപ്പോൾ ഇവരുടെ എല്ലാം ഭീകരവാദ മനസ്സാണ് നമുക്കിവിടെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഈ ഭീകരവാദ മനസ്സിൻ്റെ പ്രതിഫലനമാണ് എന്താണ് SDP-യുടെ കാര്യത്തിൽ. കോൺഗ്രസിനകത്ത് SDP-യുടെ പ്രവർത്തനം വ്യാപിക്കുമ്പോൾ, കോൺഗ്രസിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ബാധിക്കുമ്പോൾ, കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾക്ക് അടിയറവ് പറയുമ്പോൾ മറ്റൊരു രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെടുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു. മുസ്ലിം ലീഗ് അതിന് വശംവദരാകുന്നു. മുസ്ലിം ലീഗ് വശംവദരാകുന്നു, കോൺഗ്രസ് വശംവദരാകുന്നു. ഇനി കോൺഗ്രസ്സിന് ഈ ഇസ്ലാമിക ഭരണമില്ലാതെ അത് ജീവിക്കാൻ സാധ്യമല്ല. ഇത് വളരെ രൂക്ഷമായിട്ടുള്ള വളരെ വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഇത് കേരളം ചിന്തിച്ചേ മതിയാകൂ. ഇതുമായി ബന്ധപ്പെട്ട് ET മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ ചില പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ET മുഹമ്മദ് ബഷീർ പൂർണ്ണമായും ഭീകരവാദികൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. KM ഷാജി മതമാണ് പ്രശ്നം അല്ലേ, കുന്തിരിക്കം കത്തിച്ച് വീട്ടിൽ കരുതി വച്ച്, അങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ, കുന്തിരിക്കം കത്തിച്ച് വീട്ടിൽ കരുതി വച്ചോളൂ. അപ്പം ആ രീതിയിൽ 10 അണയ്ക്ക് ഒരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. ഇങ്ങനെ ഈ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സഞ്ചാരം മുഴുവൻ.